ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ് അല്ലെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇനി ന്യൂ ഇയറിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണല്ലോ അല്ലെ. അപ്പോൾ 2023 കടന്നു പോവുകയാണ്. 2024 നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ സന്തോഷത്തോടെ കർത്താവായ യേശുനാഥിന്റെ ജന്മദിനം ആഘോഷിച്ചു അല്ലെ. എല്ലാവരും സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചു. അപ്പോൾ ആ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് പലർക്കും വന്നിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇനി 2024 പ്രതീക്ഷയോടെ എന്തൊക്കെയോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയോ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ നമ്മളുടെ ലൈഫിലേക്ക് ആ മഹാസന്തോഷം വരാൻ പോവുകയാണ് അല്ലെ. ചിലരുടെ ലൈഫിലേക്ക് അവർ ആഗ്രഹിക്കുന്ന മഹാസന്തോഷം എത്തിക്കഴിഞ്ഞു. മറ്റു ചിലരുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മഹാസന്തോഷം എത്താൻ പോവുകയാണ്. അപ്പൊ ആ മഹാസന്തോഷം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ മഹാസന്തോഷം, ആ വലിയ സന്തോഷം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് എപ്പോഴാണ് ആ ഒരു മഹാസന്തോഷം വരാൻ നിങ്ങൾക്ക് ടൈം ആകുന്നത്, ആ ടൈമിലായിരിക്കും നിങ്ങൾ ഇത് കാണുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ടൈംലെസ് വീഡിയോ ആണ്. ഇത് ഡിസംബർ 2023 ലാസ്റ്റ് വീഡിയോ ആണ്. ഈ വർഷത്തെ, ഈ 2023 വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ആ ഓളൊന്ന് ടച്ച് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തൊരു ഒറ്റയ്ക്ക്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിലേക്ക് ഒരു വലിയ സന്തോഷം വരുന്നു, ഒരു മഹാസന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് കേട്ടോ. ആ വലിയ സന്തോഷം എന്താണെന്ന് നോക്കാം. ആ മഹാസന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. വലിയൊരു സന്തോഷം. 3 of Wands. ഈ ഫണ്ട് വന്നപ്പോൾ തന്നെ മനസ്സിലാവും വലിയൊരു സന്തോഷം തന്നെ. ആഘോഷിക്കാൻ പോവുകയാണ് നിങ്ങൾ ആരൊക്കെ അല്ലെ. വളരെ സന്തോഷം തന്നെയാണ്. മഹാസന്തോഷത്തിന് നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ തന്നെ ആഘോഷത്തിന്റെ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സന്തോഷത്തിന്റെ ക്യൂനക്കം. എന്തൊക്കെയോ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയോ സന്തോഷങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെവിൾ എനർജി, 3 of Swords, 8 of Cups, 6 of Wands, Page of Cups, the Wheel, the Moon, the Hermit, ബോട്ടം ഓഫ് ദ ഡെക്ക് ആണ് ദ ഹെർമിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ഭാഗ്യ സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്. നിങ്ങളുടെ ടൈം, ആ ഒരു നിങ്ങളുടെ മഹാസന്തോഷം നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് പലർക്കും. അതൊരു തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥിക്കുന്ന കാർഡുകൾ ഒരുപാടാണ് കേട്ടോ. 6 of Wands നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. 2 of Cups ഉണ്ടോ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഹെർമിറ്റ്, നിങ്ങളൊരു മാതിരി തപസ് പോലെ ദൈവത്തോട് അത്രയും പ്രാർത്ഥനയും ഒരു തപസ് പോലെ തന്നെ ഇരിക്കുന്ന വ്യക്തികളുണ്ട്. തപസ് ചെയ്യുന്നവര്, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വർഷങ്ങളായിട്ട് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവാം, മാനിഫെസ്റ്റ് ചെയ്യുവാം, അല്ലെങ്കിൽ മാസങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നിങ്ങൾ ആഗ്രഹത്തോടെ എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹത്തോടെ ഒരുപാട് നാളായി, ഒരുപാട് കാലങ്ങളായിട്ട് ചിലപ്പോൾ ഒരുപാട് തപസ് പോലെ നിങ്ങൾ ഏകാന്തവാസം, ഒരുപക്ഷെ ഹെർമിറ്റ് ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട്, അതായത് സന്യാസിനി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ സന്യാസി ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കളാവാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലിയാവാം. അങ്ങനെ എന്തൊക്കെയോ
നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ലഭിക്കാൻ, അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മഹാസന്തോഷം, 3 of Wands. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് നിങ്ങൾ ഒരു ആഘോഷിക്കാൻ പോവാണ്. ആ ഒരു സന്തോഷത്തിന്, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് ഒരുപാട് ഹാർട്ട് പെയിൻ ഉണ്ട് കേട്ടോ. ഇന്നത്തെ കാർഡ് എടുത്തപ്പോൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. അതായത് നെഗറ്റീവ്സ് ആയിട്ടുള്ള കുറെ കാർഡ് കിട്ടിയിട്ടുണ്ട്. 3 of Swords, ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് വേദന അനുഭവിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ചിലർക്ക് ഈ ഒരു ക്രിസ്മസ് ഒരുപാട് സങ്കടം നിറഞ്ഞതായിരിക്കും തോന്നുന്നു. ചിലർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നു. ഒരുപാട് ഹാർട്ട് പെയിൻ, അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തി അവരുടെ ആ ഒരു ക്രിസ്മസിന് അവരുടെ കൂടെ ഇല്ല. ചില വ്യക്തികളുടെ കൂടെ ഇല്ലാത്തത് അവരെ ഒരുപാട് ഓർമ്മകൾ ആ നഷ്ടപ്പെട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഓർമ്മകൾ അവരെ ഒരുപാട് വേട്ടയാടുന്ന ഒരു ക്രിസ്മസ് ആയിരുന്നു ചിലർക്ക് കേട്ടോ. ആ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ചിലരുടെയൊക്കെ ലൈഫിൽ ഈ ഒരു ക്രിസ്മസിന് ഉണ്ടാവില്ല. ആ ഒരു നഷ്ടബോധം ഉണ്ടായിട്ടുണ്ട് ചിലർക്ക്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അവരുടെ ഓർമ്മകൾ വേട്ടയാടുന്ന ഒരു ക്രിസ്മസ് ആയിരുന്നിരിക്കും ചിലർക്ക്. അങ്ങനത്തെ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോകുന്നവരെ കാണുന്നുണ്ട്. ചിലർക്ക് അവരുടെ പ്രിയപ്പെട്ട വ്യക്തിയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, അല്ലെങ്കിൽ ലവറാവാം, മക്കളാവാം, അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട അച്ഛനോ അമ്മയോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അവരുടെ ആ ഒരു വേദനകളിലൂടെ കടന്നു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഓർമ്മകൾ വേട്ടയാടുന്നു, വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തനിച്ചായിരുന്ന ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിസ്മസ് ചിലർക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വേദനയോടുകൂടി പോയിട്ടുണ്ട് പലരും അവരുടെ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. ഒരു ഡെവിൾ എനർജി കാണിക്കുന്നുണ്ട് ചിലർക്ക്. അതൊക്കെ നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ, ആ വ്യക്തിയുമായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഉപേക്ഷിച്ച് പോയതാണെന്ന് തോന്നുന്നു. ചിലവര് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ അവരുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികള്. ചിലര് എന്താ പറയാ, നിങ്ങളെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓർക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ആ ഒരു എല്ലാ രീതിയിലുള്ള ആ ഒരു ബന്ധത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ. ഒരു റിലേഷൻഷിപ്പ്, ഏത് രീതിയിലുള്ള ഒരു ബന്ധത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനാണ് ഒരു ഡബിൾ എനർജി പറയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഇപ്പൊ കാണാനോ ഒന്നും പറ്റുന്നില്ലായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും നോ കോണ്ടാക്ട്, എന്തെങ്കിലും വഴക്കുണ്ടായിട്ടൊക്കെ പിരിഞ്ഞിരിക്കുന്നവരാവാം. നിങ്ങളിൽ നിന്ന് 8 കപ്പ് കണ്ട് നിങ്ങളിൽ നിന്ന് ഇവിടെ അകന്നു പോയിരിക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. നിങ്ങൾ തനിച്ചാക്കിയിട്ട് പോയിരിക്കുന്ന ഒരുപാട് മൂൺ എനർജി ഇന്നത്തെ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. മൂൺ എനർജി, അതായത് സങ്കടത്തിൻ്റെതായിട്ടുള്ളൊരു കാർഡുകൾ കൂടുതലുണ്ട്. ഈ ഒരു വർഷാവസാനമായപ്പോൾ എനിക്ക് എടുത്ത കാർഡുകളിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്, നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അതിന്റെ പേര് നിങ്ങൾ വളരെയധികം വേദനിക്കുന്നു, അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും നിങ്ങളെ പരസ്പരം പിണങ്ങി മാറിയിരിക്കുന്നവരുണ്ടാവും. അല്ലെ ദമ്പതികളാണെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി പിരിഞ്ഞ് അവനവന്റെ വീട്ടിൽ രണ്ടുപേരും മാറി അവരുടെ വീടുകളിൽ ഒറ്റയ്ക്ക്, എന്താ പറയാ, ഇപ്പൊ ലേഡീസ് ആണ് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അവരെ നിങ്ങളെ ഓർത്തു, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്തു, നിങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി മൂലമാണ് നിങ്ങളുടെ ഒരു ബന്ധം പിരിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ പിരിച്ചിരിക്കുന്ന ഏതോ ഒരു തേർഡ് പാർട്ടി എന്നുള്ള 3 of Swords വന്നിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനിടയ്ക്ക് ഒരു മറ്റൊരു ലേഡി വന്നിട്ടുണ്ടാകാം ഈ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക്. അങ്ങനെ അവൻ നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടാകും. അതാണ് ഇവിടെ ഡബിൾ എനർജി 3 of Swords വന്നിട്ടുണ്ട്. മറ്റൊരു ലേഡി നിങ്ങളുടെ ഇടയ്ക്ക് വന്നു നിങ്ങളെ തമ്മിൽ പിരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ ഓർമ്മകളൊക്കെ ഉള്ളിലൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ചിലരൊരു പക്ഷെ പിരിഞ്ഞത് ഒരു കാരണങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം. വീട്ടുകാരുടേതായിട്ടുള്ള എന്തെങ്കിലും ഇടപെടലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള, തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല, അങ്ങനെയൊക്കെ രീതിയിൽ പിരിഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ പരസ്പരം നിങ്ങൾക്ക് വളരെ പരസ്പരം സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന വ്യക്തികളെയും കാണിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയനും ഒരു സന്തോഷവും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2024 തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സങ്കടം ഒക്കെ മാറി ഒരു സന്തോഷം, ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ ഒരു നല്ല സമയത്തിലേക്ക് വരും. ഒരുപക്ഷെ ഈ കാണുന്ന വ്യക്തികൾ ഒരുപാട് നാളുകളായിട്ട് പിരിഞ്ഞിരിക്കുന്നവരാവാം.
നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പിരിഞ്ഞിരുന്നപ്പം വീണ്ടും കൂടി ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാവാം. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് നിങ്ങളുടെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പം കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളോടൊപ്പമുള്ള ആ മുഹൂർത്തങ്ങളൊക്കെ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ വീണ്ടും റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സമയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആ ഒരു കൂടിച്ചേരലിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഒരു നല്ലൊരു സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങളായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകണം. അതിന്റെ ഒരു ഡിവൈൻ ടൈം എത്തിയിരിക്കണം. വീൽ ഓഫ് ഫോർച്യൂൺ ഡിവൈൻ ടൈമിലേക്ക് വരാൻ പോകണം. ഒരുപക്ഷെ 2024 നിങ്ങളുടെ ആ ഒരു നല്ല കാലങ്ങളൊക്കെ നല്ല സമയങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ 2020 തൊട്ടോ 20, 21, 22, 23 ഒക്കെ മോശമായിട്ട് പോയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിരുന്നവർക്ക് 2024 ഒരുപാട് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു. ഒരുപാട് നല്ല സമയം നിങ്ങൾക്ക്, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ ഭാഗ്യ സമയമായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് മഹാസന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ ഇത് ഈ കാണുന്ന രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയിലൂടെ ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക. ഒരുപാട് നെഗറ്റീവ്സ് നിങ്ങളുടെ ലൈഫിൽ പല രീതിയിൽ വന്നിട്ടുണ്ടാവാം. അതൊക്കെ ഒരു മഹാസന്തോഷമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതാണ് 3 of Wands. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് സന്തോഷം വരാൻ പോകുന്നു എന്നുള്ള കാർഡ് തന്നെയാണ് കിട്ടിയത്. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം നിങ്ങൾ ഈ ഒരു ഡിസംബർ ലാസ്റ്റ് വരെ ഒരുപക്ഷെ നിങ്ങൾ പല കാര്യത്തിലൂടെ വിഷമിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യസമയം വരികയാണ്. നിങ്ങൾ നല്ല സമയത്തിലേക്ക് കയറാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷത്തിനെ നിങ്ങൾ എന്താ പറയുക 2 കൈ നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. 2 കാർഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഹെർമിറ്റ് ഒരു സന്യാസിനി അല്ലെ സന്യാസിയായിട്ടിരുന്ന് ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്ക് പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് കഴിഞ്ഞ ആ ഒരു ബന്ധം വീണ്ടും നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഒരു പുതിയ ആലോചനകളൊക്കെ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ സുഹൃത്ത് ബന്ധമാവാം. അങ്ങനെ പുതിയതായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആകർഷിക്കുന്നുണ്ട്. നമ്മൾ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കണ്ടോ. ഇവിടെ ഒരു ഇത്രത്തോളം പ്രാർത്ഥനയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ആയിട്ടിരിക്കുന്ന ഒരു ലേഡി ഇവിടെ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്ന പ്രപഞ്ച ശക്തിയോട് എന്തോ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ആ ദൈവത്തോട് എന്തോ ആവശ്യപ്പെടുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകണം. നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മഹാസന്തോഷം, ആ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ആ ഒരു ഡിവൈൻ ടൈം വീൽ കറങ്ങി നിങ്ങളുടെ ആ ഒരു ടൈമിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിലേക്ക് എത്താൻ പോവാണ്. ആ ഒരു സന്തോഷം ഉണ്ടാവും. സന്തോഷത്തിന്റെ ആ പൂർണ്ണതയിൽ എത്താൻ പോവുകയാണ് നിങ്ങൾ. അങ്ങനെയുള്ള എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് കേട്ടോ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സന്തോഷങ്ങളും വരട്ടെ എന്ന് തന്നെയാണ് എനിക്കും പ്രാർത്ഥിക്കാനുള്ളത്. 2023 22 ഒക്കെ ഒരുപാട് സങ്കടങ്ങളിലൂടെയൊക്കെ പോയി, ഒരുപാട് പ്രശ്നത്തിലൂടെ ഇവിടെ പോയിട്ടുണ്ട് ഒരുപാട് പേര്. അതാണ് ഇവിടെ കാണുന്നത്. പല പ്രശ്നങ്ങൾ അതിലൊക്കെ പോയ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും 2024 സന്തോഷത്തിൻ്റെതായിരിക്കണം അല്ലെ. സന്തോഷത്തിൻ്റെതായിരിക്കണം ആയിരിക്കും എന്നുള്ളതാണ്. എന്നും ഒരുപോലെ വരില്ലല്ലോ. നമുക്ക് എന്നും ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ സമയം. എല്ലാം മാറിക്കൊണ്ടിരിക്കും. വീലിങ്ങനെ പതുക്കെ കറങ്ങുന്നതനുസരിച്ച് നമ്മുടെ സമയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മുടെ ടൈം എന്നും ഒരുപോലെ അല്ല. ഇന്നത്തെ പോലെ ആയിരിക്കില്ല ഒരിക്കലും നാളത്തെ പോലെ ആയിരിക്കില്ല നാളെ കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെ എല്ലാം ചേഞ്ച് ആകും. അതുകൊണ്ട് ഈ സമയം കടന്നു പോകും. ഇപ്പൊ സങ്കടത്തിലാണെങ്കിൽ ഈ സമയം കടന്നു പോകും. എന്റെ സമയം സന്തോഷത്തിലേക്ക് വരും. എന്റെ കാലം കഴിഞ്ഞ കാലത്ത് ഒരുപാട് ഐശ്വര്യവും സമൃദ്ധിയും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾ ഇപ്പം ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയെ ആഗ്രഹിക്കുക. അതൊക്കെ എന്റെ ലൈഫിലേക്ക് തിരിച്ചു വീണ്ടും വരും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും വരും. ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അത് തരും നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ അല്ലാതെ എന്നും കണ്ണുനീരല്ല, എന്നും ചിരിയും അല്ല, അതുപോലെ തന്നെ കേട്ടോ. ഇപ്പം നമ്മൾ അതുപോലെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ണുനീരുണ്ട്. അത് നമ്മൾ മുൻകൂർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സമയമാണെങ്കിൽ ഒരു മോശ സമയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം.
കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട് നമ്മുടെ ലൈഫ് എല്ലാം കൂടെ ചേർന്നാണ് ലൈഫ്. സന്തോഷവും കണ്ണുനീരും എല്ലാം ചേർന്നാണ് ലൈഫ്, അല്ലെ? അതുകൊണ്ട് അമിതമായി സന്തോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അതിനിടയ്ക്ക് ഒരു കരച്ചിലുണ്ട് എന്നുള്ളത്. അപ്പം എല്ലാം പ്രതീക്ഷിക്കണം ലൈഫിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് ഒരു ചെറിയ റീഡിംഗ് ആണ് എടുത്തത്. എനിക്കിപ്പം കുറെ ആയിട്ട് ഇത് കുറച്ച് തിരക്കായിട്ട് റീഡിംഗ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. 2024 എല്ലാം നന്നായിട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ തിരക്കായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യണം തോന്നി. കഴിഞ്ഞ പ്രാവശ്യം എന്റെ എന്താന്നറിയാം, എന്റെ ശബ്ദം കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നൊരു നല്ല വീഡിയോ ചെയ്യണം തോന്നിട്ട് പെട്ടെന്ന് ചെയ്ത ചെറിയ റീഡിംഗ് ആണ്. ഇനി ന്യൂ ഇയർ വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അപ്പൊ ഇത് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. റെസിനേറ്റ് ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.